നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ ആകർഷിക്കുന്നതാണ്. ആകർഷണത്തിന്റെ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ, പേടി ഉണ്ടെങ്കിൽ അവയെ റീകണ്ടീഷൻ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള വിശ്വാസം വളർത്തിയെടുത്താൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയൂ. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളെയും ഹീൽ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും നെഗറ്റീവായ സാഹചര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക? തനിക്ക് ചുറ്റുമുള്ള കുറവുകൾ, പിഴവുകൾ ഇവയിലായിരിക്കും. സ്വാഭാവികമായും അയാൾ ചിന്തിക്കുന്നതും പറയുന്നതും പരാതികൾ മാത്രമായിരിക്കും. ഇങ്ങനെ പരാതികൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ചുറ്റും പരാതികളും കുറ്റങ്ങളും മാത്രമായിരിക്കും ശ്രദ്ധയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇല്ലായ്മകളിൽ അല്ലെങ്കിൽ കുറവുകളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്തു തുടങ്ങിയാൽ നമുക്കുള്ളിൽ ഒരു കൃതജ്ഞതാ മനോഭാവം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. അങ്ങനെ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഇവയൊക്കെ അട്രാക്ട് ചെയ്തു തുടങ്ങും. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സുഖപ്രദമായ ഒരു സീറ്റും കിട്ടി. കൃത്യസമയത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ സ്ഥലത്തും എത്തി. ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഖമായ ഒരു യാത്ര സമ്മാനിച്ചതിന് നിങ്ങൾ ആ ബസ്സിന് നന്ദി പറയുമോ? ഇരുന്ന സീറ്റിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുമോ? അപകടരഹിതമായി വണ്ടി ഓടിച്ചതിന് ഡ്രൈവറോട് നന്ദി പറയുമോ? അതൊക്കെ എന്തിന് എന്നായിരിക്കും ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. എങ്കിൽ അങ്ങനെയല്ല കാര്യം. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സുഖത്തിനും, സൗകര്യത്തിനും, കഴിക്കുന്ന ആഹാരത്തിന്, ശ്വസിക്കുന്ന വായുവിന്, വെളിച്ചം തരുന്ന സൂര്യന്, വിയർത്തിരിക്കുമ്പോൾ സുഖകരമായ കാറ്റ് നൽകുന്ന ഫാനിന്, കിടക്കുന്ന കിടക്കയ്ക്ക് എന്നിങ്ങനെ അനുഭവത്തിന്റെ വഴിയിൽ വരുന്നത് എന്തിനും നിശബ്ദമായി നന്ദി പറയുക, കടപ്പാട് രേഖപ്പെടുത്തുക. അതുവരെയുള്ള ജീവിതം നിങ്ങൾക്ക് മാറുന്നത് അറിയാൻ പറ്റും. നിങ്ങൾ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അരുവിയെ പറ്റി സ്മരണയുള്ളവനായിരിക്കുക. യഥാർത്ഥത്തിൽ ഇതാണ് കൃതജ്ഞത. ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ തന്നെയാണ് കൃതജ്ഞത രേഖപ്പെടുത്തുമ്പോൾ ജനിക്കുക. നമുക്ക് സഹായം നൽകിക്കൊണ്ട് നിരവധി വസ്തുക്കളും വസ്തുതകളും ആളുകളും നമ്മുടെ പിന്നിലുണ്ട്. ഈ സേവനങ്ങൾ സ്മരിക്കുകയും ആ പ്രയത്നങ്ങൾക്ക് നന്ദി ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും നന്മ കൈവരികയുള്ളൂ. എപ്പോഴും കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തികളിൽ ജീവിത സംതൃപ്തിയുടെ തലം വളരെ ഉയർന്നതാണ്. അവർ കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കും. നമുക്ക് എങ്ങനെ കൃതജ്ഞത വളർത്തിയെടുക്കാൻ പറ്റും? ദിവസേന 3 നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾക്കുള്ള സവിശേഷ ഗുണങ്ങളിൽ സ്വയം മതിപ്പുള്ളവരായിരിക്കുക. കൃതജ്ഞത മനസ്സിൽ ഒതുക്കാതെ തുറന്ന് പ്രകടിപ്പിക്കുക. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാതിരുന്നാലും കാര്യങ്ങൾ നടത്താതിരുന്നാലും വിഷമിക്കാതെ അവർക്കും നമുക്കും മാപ്പ് നൽകുക. നമ്മുടെ മനസ്സ് എപ്പോഴും നന്ദിയോടുകൂടി ഇരിക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പറയുക. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാർത്ഥന 2 വാക്കുകളാണ്: താങ്ക് യു. യാതൊരു ലോപവുമില്ലാതെ എല്ലാത്തിനും താങ്ക് യു പറയുക. എന്നിട്ട് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക: ഞാൻ നന്ദിയുള്ളവനാണ്. തുടർന്ന് A മുതൽ Z വരെ ഏതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുമോ അതിനെല്ലാം നന്ദി പ്രകടിപ്പിക്കുക. അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. ലഭിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം ആരംഭിക്കുക. ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ഒരു ദിവസം ചെയ്യുക. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ അഭിനന്ദിക്കാമെന്ന് സ്വയം കണ്ടെത്തുക. നിങ്ങളുടെ പങ്കാളി, കുട്ടി, കൂട്ടുകാരൻ, പേപ്പർ ബോയ്, പോസ്റ്റ്മാൻ തുടങ്ങി എത്രയോ ആൾക്കാർക്ക് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. നമുക്ക് ആഹാരവും വെള്ളവും വായുവും നൽകുന്ന ഭൂമിയോട് നന്ദി പറയുക. മനസ്സിൽ കാന്തിക ശക്തി പ്രവർത്തിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് ക്ഷമയും കൃതജ്ഞതയും. ക്ഷമിക്കുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ പുറത്തു പോകുന്നു. എപ്പോഴും നന്ദിയോട് കൂടിയ മനസ്സിന് കാന്തിക ശക്തി ഉണ്ടാവുകയും ഒരു കാന്തം ഇരുമ്പിനെ വലിച്ചെടുപ്പിക്കുന്നത് പോലെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാനും കഴിയും. നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ കൃതജ്ഞത നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കാൻ പോവുകയാണ്.